ഹായ് ഗായ്സ്, അതെ, ആദ്യ മത്സരം നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ പോയില്ല. ആരാധകരുടെ മനസ്സ് അല്പം നിരാശയിലാണ്. പക്ഷേ ഫുട്ബോൾ എന്ന ഗെയിമിൽ ഓരോ തോൽവിക്കും പിന്നാലെ ഒരു കംബാക്ക് സ്റ്റോറി ഉണ്ടാകും. ഇപ്പോൾ നമ്മൾക്ക് മുന്നിലുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് മുംബൈ സിറ്റി FC. അതിന് ഏറ്റവും സ്പെഷ്യൽ ആക്കുന്നത് ഈ സീസണിലെ ആദ്യ ഹോം മാച്ച്. ഹോം എനർജിയുള്ള ബ്ലാസ്റ്റേഴ്സ്, അതൊരു വേറെ ലെവൽ തന്നെയാ. ആദ്യ മത്സരം പരാജയപ്പെട്ടതിന്റെ നിരാശ മാറ്റാൻ ഇതിലും നല്ല അവസരമില്ല. ആദ്യ മത്സരത്തിലെ തോൽവി നമ്മെ ധാരാളം വേദനിപ്പിച്ചു. ഒരു മത്സരം കൊണ്ട് ഒന്നും തീരുന്നില്ല. ഈ തോൽവി ഒരു വേക്കപ്പ് കോൾ ആയിരിക്കാം. മുംബൈ സിറ്റി ഒരു ഈസി ഓപ്പോണന്റ് അല്ല. സ്ട്രോങ് പാസിംഗ് ഗെയിം, പൊസഷൻ ഫുട്ബോൾ എന്നിവ കൊണ്ട് അവർ ശക്തരാണ്. ഗായ്സ്, ഇനി നമുക്ക് പ്രോബബിൾ പ്ലേയിങ് 11 ആൻഡ് ഫോർമേഷൻ നോക്കാം. കേരള ബ്ലാസ്റ്റേഴ്സ് ഫോർമേഷൻ 4-3-3 അല്ലെങ്കിൽ 4-2-3-1 ആയിരിക്കും. ഗോൾ കീപ്പർ സച്ചിൻ, ലെഫ്റ്റ് ബാക്കിൽ നവോച്ച, റൈറ്റ് ബാക്കിൽ ഐബാൻ, ബികാഷ് ആൻഡ് ഒമർ സെന്റർ ബാക്സ്. ഹനാൻഡസ് ഡിഫെൻസീവ് മിഡ്ഫീൽഡർ, വിപിൻ ആൻഡ് ഡാനിഷ് ഇൻ CM. ലെഫ്റ്റ് വിങ്ങിൽ കെവിൻ, റൈറ്റ് വിങ്ങിൽ കോറു, സെന്റർ ഫോർവേഡിൽ വിക്ടർ. ഹനാൻഡസ് ഫിറ്റ്നസ് ഇല്ലെങ്കിൽ മാർലോൺ വരും. ഇത് ആയിരിക്കും മുംബൈ സിറ്റി FCയുടെ ലൈനപ്പ്. ഇനി കീ ബാറ്റിൽസ് നോക്കാം. ഡിയാസ് വേഴ്സസ് ഒമർ. ഈ മാച്ചിന്റെ റിസൾട്ട് തന്നെ നിർണ്ണയിക്കുന്ന ബറ്റിലായിരിക്കും ഇവർ തമ്മിലുള്ളത്. ഡിയാസ് ഇപ്പോഴും പഴയ പോലെ തന്നെ വെരി ഡേഞ്ചറസ് ട്രിക്കി പ്ലെയർ ആണ്. കേരള ബ്ലാസ്റ്റേഴ്സിനോട് കളിക്കുമ്പോൾ കൂടുതൽ ശക്തനാകാനാണ് സാധ്യത. നെക്സ്റ്റ് ലാലിയൻ ജുവാല ചാങ്ടെ വേഴ്സസ് നവോച്ച. മുംബൈയുടെ പ്രധാന അറ്റാക്ക് എല്ലാം വരുന്നത് റൈറ്റ് വിങ്ങിലൂടെയാണ്. സോ ചാങ്ടെയെ പൂട്ടിയാൽ മുംബൈയെ കൂട്ടാം. വിക്ടർ വേഴ്സസ് ജോണി കൗക്കോ. കൗക്കോ അറ്റാക്കിങ്ങിനും ഡിഫെൻഡിങ്ങിലും ഒരേപോലെ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഗോൾ അടിപ്പിക്കാനും ഗോൾ ചാൻസ് ഇല്ലാതാക്കാനും സ്പെഷ്യലിസ്റ്റ്. സോ നമ്മൾ കീ ബാറ്റിൽസ് വിൻ ചെയ്താൽ ഈ മാച്ച് നമ്മൾ ജയിക്കും.